നമസ്കാരം. നമ്മുടെ സൗരയൂഥത്തിനപ്പുറം അനന്തമായി പരന്നു കിടക്കുന്ന ബഹിരാകാശത്ത് ഭൂമിയോട് സാമ്യമുള്ള ഗ്രഹങ്ങളെ തേടിയുള്ള മനുഷ്യൻ്റെ യാത്രയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. എന്നാൽ ദൂരദർശിനികൾക്ക് പോലും പിടികൊടുക്കാതെ നിഗൂഢമായി തുടരുന്ന അന്യഗ്രഹങ്ങളുടെ ഉപരിതലത്തെ നേരിട്ട് കാണുക എന്നത് അസാധ്യമായ ഒന്നായിട്ടാണ് ഇതുവരെ കരുതിയിരുന്നത്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന അത്യാധുനിക നിരീക്ഷണാലയം ഈ അസാധ്യമായതിനെ അസാധ്യമാക്കിയിരിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 48 പ്രകാശവർഷം അകലെയുള്ള LHS 3844b എന്ന സൂപ്പർ എർത്ത് ഗ്രഹത്തിൻ്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ശാസ്ത്രലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിക്കുന്നതാണ്. കേവലം അന്തരീക്ഷത്തെക്കുറിച്ച് മാത്രം പഠിച്ചിരുന്ന കാലത്ത് നിന്ന് മാറി ഒരു ഗ്രഹത്തിൻ്റെ ഭൂഗർഭ ശാസ്ത്രത്തിലേക്കും പാറക്കട്ടുകളുടെ ഘടനയിലേക്കും ശാസ്ത്രം ചുവടുവയ്ക്കുന്നു എന്നതാണ് ഈ പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സെബാസ്റ്റ്യൻ സീബ, ലോറ ട്രീഡ്ബർഗ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനം നേച്ചർ ആസ്ട്രോണമി എന്ന ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത്. ഭൂമിയേക്കാൾ ഏകദേശം 30% വലിപ്പക്കൂടുതലുള്ള ഈ ഗ്രഹം ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെയാണ് ചുറ്റുന്നത്. കേവലം 11 മണിക്കൂർ കൊണ്ട് തൻ്റെ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കുന്ന ഈ ഗ്രഹം നക്ഷത്രത്തോട് ഏറ്റവും അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രവുമായുള്ള ഈ സാമീപ്യം കാരണം ഗ്രഹം ടൈഡലി ലോക്ക്ഡ് ആയ അവസ്ഥയിലാണ്. അതായത് ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും നക്ഷത്രത്തിന് അഭിമുഖമായി നിലനിൽക്കുമ്പോൾ മറുഭാഗം നിത്യമായി ഇരുട്ടിലായിരിക്കും. പകൽഭാഗത്തെ താപനില ഏകദേശം 725 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്ന ഈ ലോകം ജീവൻ്റെ തുടിപ്പുകൾക്ക് ഒട്ടും അനുയോജ്യമല്ല എന്നാണ് നിലവിലെ വിലയിരുത്തൽ. ജെയിംസ് വെബ് ടെലസ്കോപ്പിലെ മിറി എന്ന ഉപകരണം ഉപയോഗിച്ചാണ് ഈ ഗ്രഹത്തെ നിരീക്ഷിച്ചത്. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം തീരെ ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉപരിതലം നഗ്നമായ പാറക്കെട്ടുകളാണ് എന്നും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. ഇൻഫ്രാറെഡ് കിരണങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഗ്രഹത്തിന് ഇരുണ്ട നിറമാണ് എന്നും തെളിഞ്ഞു. നമ്മുടെ ചന്ദ്രനെയോ ബുധനെയോ പോലെ ശൂന്യവും വരണ്ടതുമായൊരു ലോകമാണ് ഇതെന്നും ശാസ്ത്രജ്ഞർ ഉറപ്പിച്ച് പറയുന്നു. ഭൂമിയിലെ ഗ്രാനൈറ്റ് പാറകൾക്ക് സമാനമായ സിലിക്കേറ്റ് പാളികൾ അവിടെ ഇല്ല എന്നത് മറ്റൊരു പ്രധാന കണ്ടെത്തലാണ്. ഭൂമിയിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നറിയപ്പെടുന്ന ഭൂപാളികളുടെ ചലനവും ജലത്തിൻ്റെ സാന്നിധ്യവുമാണ് ഉപരിതലത്തിൽ സിലിക്കേറ്റുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ LHS 3844bയിൽ ഇതില്ലാത്തത് സൂചിപ്പിക്കുന്നത് അവിടെ ഭൂമിയിലുള്ളതുപോലെ ഭൂഗർഭ ചലനങ്ങളോ ജലാംശമോ ഇല്ല എന്നതാണ്. പകരം ചന്ദ്രനിലും ഭൂമിയിലെ അഗ്നിപർവ്വത മേഖലകളിൽ കാണപ്പെടുന്ന കറുത്ത നിറമുള്ള ബസാൾട്ട് പാറകളാണ് ഈ ഗ്രഹത്തിൻ്റെ ഉപരിതലം എന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. മഗ്നീഷ്യം, ഇരുമ്പ് എന്നിവയാൽ സമ്പന്നമായ ഒലിവിൻ പോലുള്ള ധാതുക്കളാണ് ഈ പാറകളിൽ അടങ്ങിയിരിക്കുന്നത്. അന്തരീക്ഷത്തിൻ്റെ സംരക്ഷണമില്ലാത്തതിനാൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നക്ഷത്രങ്ങളിൽ നിന്നുള്ള വികിരണങ്ങളും ഉൽക്കാപതനങ്ങളും ഏറ്റ് ഈ പാറകൾ പൊടിഞ്ഞ് റൊഗോലിത്ത് എന്നറിയപ്പെടുന്ന ഒരുതരം പൊടിപടലമായി മാറിയിട്ടുണ്ടാകാം. ബഹിരാകാശ കാലാവസ്ഥയുടെ പ്രഹരമേറ്റ് ഈ ഉപരിതലം കൂടുതൽ ഇരുണ്ടതായി മാറുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഗ്രഹത്തിൽ സജീവമായ അഗ്നിപർവ്വതങ്ങൾ ഇല്ല എന്നതാണ്. സാധാരണയായി അഗ്നിപർവ്വതം സജീവമാണെങ്കിൽ അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എന്നാൽ ടെലസ്കോപ്പ് നിരീക്ഷണത്തിൽ ഇത്തരമൊരു വാതകം കണ്ടെത്താനായില്ല. ഇതിനർത്ഥം ഈ ഗ്രഹം വളരെ പഴയതാണ് എന്നും കാലക്രമേണ തണുത്ത് ഉറച്ചുപോയ ഒന്നാണ് എന്നുമാണ്. ഭാവിയിലെ നിരീക്ഷണങ്ങളിലൂടെ ഈ ഗ്രഹത്തിൻ്റെ ഉപരിതല ഘടനയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശാസ്ത്രലോകം. നക്ഷത്രങ്ങളെ മാത്രം രക്ഷിച്ചിരുന്ന കാലത്തു നിന്ന് മാറി വിദൂര ലോകങ്ങളിലെ പാറക്കഷണങ്ങളെപ്പോലും തൊട്ടറിയുവാൻ മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യ വളർന്നിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കണ്ടെത്തൽ. വെബ് ഡെസ്ക് തത്വമൈ TV.